ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ഗം ഗണപതയേ നമഃ. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ വളരെ വിശേഷപ്പെട്ട വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു സെഗ്മെൻ്റാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ വർഷം വിനായക ചതുർത്ഥി വരുന്നത് 2024 സെപ്റ്റംബർ 7-ാം തീയതി, അതായത് 1200 ചിങ്ങമാസം 22-ാം തീയതി ശനിയാഴ്ചയാണ്. വിനായകരുടെ ജന്മനക്ഷത്രം എന്തെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. അത്തം നക്ഷത്രമാകുന്നു ശ്രീ വിനായകരുടെ നക്ഷത്രം. യഥാർത്ഥത്തിൽ സെപ്റ്റംബർ 6-ാം തീയതി വെള്ളിയാഴ്ച കാലത്ത് അത്തം നക്ഷത്രമാകുന്നു 9:30 വരെ. പക്ഷേ അന്ന് തിഥി തൃതീയ തിഥിയാകുന്നു. വൈകിട്ടാണ് ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത്. വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി ഇന്ത്യയിൽ എന്നല്ല ലോകം മുഴുവനും ഗണേശ ഭക്തന്മാർ ഉത്സാഹപൂർവ്വം ആചരിക്കുന്നു. എങ്കിലും വടക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇതിന് കൂടുതൽ പ്രാധാന്യവും പ്രാമുഖ്യവും നൽകി വരുന്നത്, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ തന്നെ. കാരണം ഈ ഒരു ഉത്സവത്തിന് അങ്ങേയറ്റം ആരംഭം കുറിച്ചത് ഛത്രപതി ശിവജിയായിരുന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ ഭരണം വന്ന് വളരെ കാലം ഇത് മുടങ്ങിക്കിടന്നു. പിന്നീട് ഇതൊരു ഊർജ്ജസ്വലതയോടുകൂടി ബാലഗംഗാധര തിലകൻ്റെ അത്യുത്സാഹത്തിലാണ് വീണ്ടും നടത്തപ്പെടുന്നത്. വെളുത്തപക്ഷത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥിയിൽ ആരംഭിക്കുന്ന ഈ ഗണേശോത്സവം ആനന്ദ ചതുർദശിയിൽ 11-ാം ദിവസമാണ് അവസാനിക്കുന്നത്. അതിനാൽ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി മുതൽ വെളുത്തപക്ഷത്തിലെ ചതുർദശി വരെ 14-ാം തീയതി വരെയുള്ള തിഥികളിൽ 10 ദിവസം പൂർണ്ണമായും 11-ാം ദിവസവുമാണ് അവസാനിക്കുന്നത്. ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ ഏറ്റവും പ്രത്യേകമായി ഗണപതിയുടെ ആരാധനകളും പൂജകളും, ഗണപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോദകം, അപ്പം, അതേ രീതിയിൽ കറുകപ്പുല്ല്, ശർക്കര, തേങ്ങ, ഇതൊക്കെ ഗണപതിക്ക് ഭക്തർ നൽകുന്നു. ഈ ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട ദിനത്തിൻ്റെ പ്രാധാന്യം ഗണപതിയുടെ ജന്മദിനമാകുന്നു എന്നതാണ്. ചിങ്ങമാസത്തിലെ ഭാദ്രപദ മാസം അഥവാ ശ്രാവണ മാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയിലാണ് വിനായകർ ജനിച്ചത്. പാർവതിക്ക് തനിക്ക് ഒരു പ്രൊട്ടക്ഷൻ, സംരക്ഷകനെ ആവശ്യമുണ്ട് എന്ന ചിന്തയിലാണ് ഗണപതിയെ സൃഷ്ടിക്കുന്നത്. തൻ്റെ ചന്ദന ലേപം കൊണ്ട് ചന്ദനം ഉരുട്ടിയിട്ടാണ് ശ്രീ പാർവതി വിനായകനെ സൃഷ്ടിക്കുന്നത്. ആ ഓമനത്വമുള്ള ആ സൃഷ്ടിയെ തൻ്റെ മകനെപ്പോലെ ശുശ്രൂഷിച്ച് സ്നേഹിച്ച് തൻ്റെ കാവൽക്കാരനായി നിയമിക്കുന്നു. അങ്ങനെ പാർവതീദേവി കുളിക്കാൻ പോയ സമയത്ത് അവിചാരിതമായി അവിടെ ശിവനെത്തിപ്പെടുകയും ഗണപതി ശിവനെ തടയുകയും ചെയ്യുന്നു. ശിവന്റെ ഭൂതഗണങ്ങൾ വിനായകരുമായി യുദ്ധം ചെയ്യുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു. ഇതിൽ ക്രുദ്ധനായ പരമശിവൻ തൻ്റെ ആയുധം ഉപയോഗിച്ച് ഗണപതിയുടെ ശിരസ്സറുക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടെ എത്തിപ്പെടുന്ന പാർവതി താൻ ലാളിക്കുന്ന തൻ്റെ പുത്രൻ നഷ്ടപ്പെട്ട വിയോഗത്തിൽ, വ്യഥയിൽ ഉഗ്ര രൂപമൂർത്തിയായി ഭവിക്കുന്നു. ഇത് കണ്ട് ഭയപ്പെട്ട ദേവന്മാർ ഒരു മധ്യസ്ഥത എന്ന നിലയിൽ ശിവനെ സമീപിക്കുന്നു. ശിവൻ ഉടൻ തന്നെ അമ്മ ഉപേക്ഷിച്ച ഒരു കുട്ടിയുടെ തല അറുത്തുകൊണ്ടുവരുവാൻ പറയുന്നു. അങ്ങനെ കിങ്കരന്മാർ അന്വേഷിച്ചപ്പോൾ ഒരു ഉപേക്ഷിക്കപ്പെട്ട ആനക്കുട്ടിയെ കാണുകയും ആ ആനയുടെ ശിരസ്സറുത്ത് കൊണ്ടുവന്ന് ഗണപതിയുടെ ഉടലിൻ്റെ മുന്നിൽ നഷ്ടപ്പെട്ട ശിരസിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേയറ്റം സങ്കടകരമായി ഈ അവസ്ഥ കണ്ട പാർവതിയെ സമാശ്വസിപ്പിക്കുവാനായി ശിവൻ, ഈ വിനായകർ, ഈ ആനത്തലയുള്ള ഈ കുട്ടി ഗണങ്ങളുടെ കൂട്ടങ്ങളുടെ നേതൃത്വ സ്ഥാനത്ത് എത്തുമെന്നും എല്ലാ വിഘ്നങ്ങളും അകറ്റാൻ ലോകം മുഴുവനും ഈ ഗജവക്ത്രനെ പ്രണമിക്കുമെന്നും പാർവതിക്ക് വാക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് ലോകം മുഴുവനും തന്നെ ഗജവക്ത്രനായ കുംഭോധരനായ വിനായകരെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. ഇനി ചതുർത്ഥി തിഥിയിൽ 4-ാം ദിവസം ആരംഭിക്കുന്ന ഉത്സവം ലോകം മുഴുവനും
ഗണപതി ബപ്പ മോദയ എന്ന ഒറ്റ മന്ത്രത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി 10 ദിവസം നീണ്ടുനിന്ന് ഒരു വലിയ ഉത്സവമായി അവസാനത്തെ ദിവസം ചതുർദശിയിൽ ഗജഭക്തനായ ഗണപതിയെ സങ്കല്പിച്ചുകൊണ്ട് ഗജപൂജ നടത്തുകയും ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആനയൊട്ട് മുതലായ വളരെ വിശേഷപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കളിമൺ കൊണ്ട് ഗണപതിയുടെ വിഗ്രഹമുണ്ടാക്കി അത് കടലിൽ, സമുദ്രത്തിൽ, ജലത്തിൽ നിമജ്ജനം ചെയ്യുന്ന രീതിയാണ് വടക്കേ ഇന്ത്യയിലും ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലും പ്രചാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗണപതി വിഗ്രഹ നിമജ്ജനമെന്നും ഭക്തർ പറയുന്നത്. അതോടുകൂടി കടലിലേക്ക് നിമജ്ജനം ചെയ്യപ്പെട്ട ഗണപതി കൈലാസത്തിലേക്ക് തൻ്റെ മാതാപിതാക്കളുടെ സന്നിധിയിലേക്ക് പോകുന്നു എന്നുമാണ് ഐതിഹ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ തൽക്കാലം വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.